അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വലാ ഹൗല വലാ ഖുവ്വത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അദീം. സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വഅലാ അസ്ഹാബി സയ്യിദിനാ മുഹമ്മദ് വഅല അസാത്തിദത്തിന വ മശായിഖിന വഅല വാലിദീന. ഏറ്റവും ബഹുമാനമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, പരിശുദ്ധ മദീനയുടെ മഹത്വങ്ങളാണ് നാം പറഞ്ഞു വരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നാം പറഞ്ഞത് വിശുദ്ധ മദീനയുടെ ആ നാടിൻ്റെ ആ പ്രദേശത്തിൻ്റെ മഹത്വങ്ങളാണെങ്കിൽ ഇന്ന് നാം പറയുന്നത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സിയാറത്ത് ചെയ്യുന്നതിൻ്റെ മഹത്വങ്ങളെക്കുറിച്ചാണ്. നിരവധി ഹദീസുകൾ അവിഷയത്തിൽ വന്നിട്ടുണ്ട്, വിശുദ്ധ ഖുർആനിലും വന്നിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നിസായിലെ 64-ാമത്തെ ആയത്തിലൂടെ പറയുന്ന നമുക്കൊക്കെ പരിചയമുള്ള ആയത്താണ്. വലൗ അന്നഹും ഇളലമു അൻഫുസഹും, സ്വശരീരത്തോട് അക്രമം ചെയ്തവർ, പാപങ്ങളിൽ പെട്ടുപോയവർ, ജാഊക, അത്തരം ആളുകൾ അങ്ങയുടെ അടുത്ത് അവർ വരികയും ഫസ്തഗ്ഫറുല്ലാഹ, അങ്ങനെ അങ്ങയുടെ സാന്നിധ്യത്തിൽ വെച്ച് അവർ അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കുകയും, ആ സാന്നിധ്യത്തിൽ വെച്ച് ചോദിക്കുക. അങ്ങനെ വസ്തഗ്ഫറ ലഹുമുർ റസൂലു, ശേഷം പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവർക്ക് വേണ്ടി മാപ്പപേക്ഷിച്ചു എങ്കിൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമാ, ഏറെ കാരുണ്യമുള്ളവനായും പക്ഷാതാപം സ്വീകരിക്കുന്നവനായും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അവർക്ക് കണ്ടെത്താൻ കഴിയും. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത് കാണാം. ദല്ലത്ത് അലാ ഹസ്സിൽ ഉമ്മത്തി അലൽ മജീഇ ഇലൈഹി സ്വല്ലല്ലാഹു അലൈഹി വ ആലിഹി വസല്ലം. ഈ ആയത്ത് ഉമ്മത്തിനെ മുഴുവനും പ്രേരിപ്പിക്കുന്നുണ്ട്. എന്തിന്? തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് വരാനും വല്ലിസ്തിഗ്ഫാരി ഇൻദഹു, ഹബീബിൻ്റെ ചാരത്ത് വെച്ച് അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കാനും വസ്തിഗ്ഫാരിഹി ലഹും, തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവർക്ക് വേണ്ടി മാപ്പിന് അള്ളാഹുവിനോട് അപേക്ഷിക്കാനും ഈ ആയത്ത് പ്രേരിപ്പിക്കുന്നുണ്ട്. വഹാദാ ലാ യൻഖതിഉ ബിമൗതിഹി, ലോകപ്രസിദ്ധ ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി തങ്ങൾ പറയുകയാണ്, ഈ നിർദ്ദേശം അത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തോടുകൂടെ അവസാനിക്കുന്നില്ല എന്ന്. അപ്പോൾ ഇപ്പോഴും ആ ചാരത്ത് ചെന്ന് ദുആ ചെയ്യുന്ന, അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നതിന് വലിയ മഹത്വമുണ്ട്. അതുപോലെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്നതിലും വലിയ മഹത്വമുണ്ട് എന്ന് ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാം. ഇമാം ദാറുഖുത്നി റഹ്മത്തുള്ളാഹി അലൈഹിയും മറ്റും റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, മൻ സാറ ഖബ്രി വജബത് ലഹു ഷഫാഅത്തി, ഒരാൾ എൻ്റെ ഖബർ സിയാറത്ത് ചെയ്താൽ അവന് എൻ്റെ ഷഫാഅത്ത് നിർബന്ധമായി എന്ന്. നമുക്കറിയാം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷഫാഅത്ത് എല്ലാ വിശ്വാസികൾക്കും കിട്ടും. അപ്പോൾ പിന്നെ അവിടുത്തെ സിയാറത്ത് ചെയ്യുന്നവർക്ക് പ്രത്യേകം ഷഫാഅത്ത് തീർച്ചയായും കിട്ടുമെന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്താ? അത് ഈ സിയാറത്ത് എന്ന കർമ്മത്തിൻ്റെ മഹത്വം കാരണം, അഥവാ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അടുത്തവൻ വന്നു അവിടുത്തെ സിയാറത്ത് ചെയ്തു എന്നതിൻ്റെ മഹത്വം കാരണം പ്രത്യേക പദവി ലഭിക്കാനുള്ള ഷഫാഅത്ത് അവന് കിട്ടുമെന്നാണ്. മറ്റൊരു വിഭാഗം മഹാന്മാർ പറഞ്ഞത് കാണാം, ഹിസാബ് കൂടാതെ സ്വർഗത്തിലെത്താനുള്ള ഷഫാഅത്താണെന്നും. എന്ത്? ഹിസാബൊന്നും കൂടാതെ സ്വർഗത്തിലെത്താനുള്ള വഴി ഈ സിയാറത്ത് മൂലം ലഭിക്കും. അല്ലാഹ് മാഷാ അല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല കൂട്ടത്തിൽ നമ്മെ പെടുത്തട്ടെ. മറ്റൊരു റിപ്പോർട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മൻ സാറനി മുതഅമ്മിദൻ കാന ഫീ ജിവാരി യൗമൽ ഖിയാമ, എന്നെ ഒരാൾ മനഃപൂർവ്വം, അഥവാ മനഃപൂർവ്വം എന്ന് പറഞ്ഞാൽ പള്ളി കാണാൻ വരുമ്പോൾ അവിചാരിതമായിട്ട് എന്നെ സിയാറത്ത് ചെയ്തതല്ല, മറിച്ച് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സിയാറത്ത് ചെയ്യണമെന്ന് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ആരെങ്കിലും എന്നെ സിയാറത്ത് ചെയ്യാൻ വന്നാൽ
അവൻ നാളെ പരലോകത്ത് എൻ്റെ ചാരത്തായിരിക്കുന്നതാണ്. മാഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അവിടുത്തെ ചാരത്ത് ഒരുമിച്ച് കൂടാനുള്ള മഹാഭാഗ്യം നൽകട്ടെ. നമുക്കറിയാം, ആകാശഭൂമികളുടെ വിശാലതയുള്ള സ്വർഗത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിലെ ഏറ്റവും VIP ഏരിയയിലാണ് ഉണ്ടാവുക. നാമോ ഏതോ ഒരു മൂലയിലായിരിക്കും അല്ലേ? അവിടെ ആ VIP ഏരിയയിൽ സ്ഥലം കിട്ടാൻ, അഥവാ ഹബീബ് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് സ്ഥലം കിട്ടുക എന്നത് വലിയ ഭാഗ്യം തന്നെയല്ലേ? അതിന് കാരണമാകും അവിടുത്തെ സിയാറത്ത് ചെയ്യുന്നത് എന്ന്. നമുക്കറിയാം, ഡൽഹിയിലും മറ്റു സ്ഥലങ്ങളിലൊക്കെ VIP റോഡുകൾ തന്നെയുണ്ട്. ആ ഏരിയയിൽ മുഴുവനും VIP കളായിരിക്കും താമസിക്കുക. അവിടെ ഒരു ഇടം, ഒരു ഫ്ലാറ്റ് താമസിക്കാൻ കിട്ടണമെങ്കിൽ കോടിക്കണക്കിന് പണം ചെലവാക്കേണ്ടി വരും. എന്നാൽ പരിശുദ്ധമായ സ്വർഗലോകത്ത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് ഇടം കിട്ടണമെങ്കിൽ കിട്ടാൻ എന്ത് മതി? ആ ഹബീബിനെ ആത്മാർത്ഥമായി അവിടുത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് സിയാറത്ത് ചെയ്താൽ മതി എന്ന്. അത്തരം ചാരത്ത്, അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു നിങ്ങളുടെ ചാരത്ത് സ്വർഗത്തിൽ ഒരുമിച്ചുകൂടാൻ നമുക്കും നമ്മുടെ മാതാപിതാക്കൾക്കും ഭാര്യമക്കൾക്കും ഇഷ്ടജനങ്ങൾക്കും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതിന് കാരണമാകുന്ന സിയാറത്തിനും ഭാഗ്യം നൽകട്ടെ. ഇത്തരം സിയാറത്തുകൾ വിശുദ്ധ ഖുർആനിലും ഹദീസിലും പ്രേരിപ്പിച്ച ഈ സിയാറത്ത് ബഹുമാനപ്പെട്ട സ്വഹാബത്ത് റളിയല്ലാഹു തആല അൻഹും തന്നെ നമുക്ക് കാണിച്ചു തന്ന നിരവധി സംഭവങ്ങളുണ്ട്. ബഹുമാനപ്പെട്ട ഇബ്നു അസാക്കിർ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്ത ഒരു സംഭവം കാണാം. മഹാനായ സയ്യിദുന ബിലാലുൽ മുഅദ്ദിൻ റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച്. അതേ മഹാനവറുകൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തോടുകൂടെ മദീനയിൽ ജീവിക്കാൻ കഴിയാതെ വന്നപ്പോൾ ഷാമിലേക്ക് ഹിജറ പോയ മഹാനാണ്. അവിടെ കഴിഞ്ഞുകൂടുന്നതിനിടയിൽ ഒരു ദിവസം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കാണുകയാണ്. അവിടുന്ന് ചോദിച്ചു, മാ ഹാദിഹിൽ ജഫ്വത്തു യാ ബിലാൽ, ഇതെന്തൊരു പിണക്കമാണ് ബിലാലെ, നിങ്ങളെന്താ അമാ ആനലക അൻ തസൂറനി, അങ്ങേക്ക് എന്നെ ഒന്ന് സിയാറത്ത് ചെയ്യാൻ ഇനിയും സമയമായിട്ടില്ലേ? ഒന്ന് തിരിച്ചു വന്ന് എൻ്റെ ഖബറൊന്ന് സിയാറത്ത് ചെയ്യാൻ അങ്ങേക്ക് ഇനിയും സമയമായിട്ടില്ലേ? ഖബർ എന്നല്ല കേട്ടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഖബറിനെ സിയാറത്ത് അല്ല വേണ്ടത്, അല്ലാഹു റസൂലിനെ സിയാറത്ത് ചെയ്യാം. ഫന്തബഹ ബിലാലു ഹസീനൻ ഖായിഫ, ഈ സ്വപ്നം കണ്ട ഉടനെ അവിടുന്ന് ബേജാറോടെ പേടിച്ചുകൊണ്ട് ഉണർന്നു. ഫറക്കിബ റാഹിലതഹു വഖസദൽ മദീന, ഉടനെ തന്നെ എന്ത് ചെയ്തു? മദീനയിലേക്ക് സിയാറത്തിന് യാത്ര തിരിച്ചു. അങ്ങനെ ഫഅതാ ഖബറൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമ ഫജഅല യബ്കി വയുമർരിഗു വജ്ഹഹു അലൈഹി, മഹാനായ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്രസയിൽ പഠിച്ചു വളർന്ന, അവിടുത്തെ ചാരത്ത് ജീവിച്ചു വളർന്ന മഹാനായ ബിലാലുൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ അടുക്കൽ ചെന്ന് ആ ഖബറിൻ്റെ മുകളിൽ തൻ്റെ മുഖം കൊണ്ട് ഇങ്ങനെ ഖബറിൻ്റെ മുകളിലൂടെ ഉരച്ച് അവിടുന്ന് കരയാൻ തുടങ്ങിയെന്ന ഉടനെ ഈ രംഗം കണ്ട് ആര് കാണുന്നുണ്ട്? കുട്ടികളായ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയുടെ മക്കൾ ഹസൻ റളിയല്ലാഹു തആല അൻഹു ഹുസൈൻ റളിയല്ലാഹു അൻഹു ഇത് കാണുകയാണ്. അവർ ഓടി വന്നിട്ട് പറഞ്ഞു, ഫജഅല ബിലാലുൻ യദുമ്മുഹുമാ വയുഖബ്ബിലുഹുമാ, ആ രണ്ട് പേരക്കുട്ടികളെ കണ്ടപ്പോഴേക്കും ബിലാൽ റളിയല്ലാഹു അൻഹു അവർ അണച്ചുകൂട്ടി പിടിച്ച് മുത്തം കൊടുക്കുകയുണ്ടായി. കാരണം എന്താ? അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ കാലഘട്ടത്തിൽ എമ്പാടും കണ്ട് ആസ്വദിച്ച രണ്ട് മക്കളായിരുന്നു. ഇന്നവരെ കണ്ടപ്പോൾ അവരുടെ മനസ്സ് പൊട്ടിപ്പോയി. ആ രണ്ട് മക്കൾ ചോദിച്ചു, നതമന്നാ നസ്മഉ അദാനക അല്ലദീ തുഅദ്ദിനു ബിഹി ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ മസ്ജിദ്, ഓ ബിലാൽ, അങ്ങ് ഞങ്ങളുടെ വലിയുപ്പയുള്ള കാലത്ത് ഈ പള്ളിയിൽ വെച്ച് കൊടുത്തിരുന്ന ബാങ്ക് ഒന്ന് കേൾക്കാൻ ഞങ്ങൾക്ക് വല്ലാത്ത ആഗ്രഹമുണ്ട്. ബിലാൽ, അങ്ങൊന്ന് ബാങ്ക് വിളിക്കുമോ? വല്ലാത്തൊരു റിക്വസ്റ്റ്. ഫഅലാ സത്ഹൽ മസ്ജിദി വവഖഫ മൗഖിഫഹു അല്ലദീ കാന യഖിഫു ഫീഹി, അങ്ങനെ ബിലാൽ റളിയല്ലാഹു അൻഹു കൊച്ചുമക്കളുടെ ആഗ്രഹം നിർവഹിച്ചു കൊടുക്കാൻ പള്ളിയുടെ മുകളിൽ കയറി ബാങ്ക് വിളിക്കുകയുണ്ടായി. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞപ്പോൾ ഇർതജ്ജത്തിൽ മദീന പ്രകമ്പനം കൊണ്ടുപോയി. ഒരു വർഷത്തോളമായി മദീനയിൽ ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ ബാങ്ക് കേട്ടിട്ട് ഫലമ്മാ ഖാല അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇസ്ദാദത് റജ്ജതുഹാ, ആ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞപ്പോൾ മദീനയുടെ പ്രകമ്പനം വർദ്ധിക്കുകയും അവിടെയുള്ള സ്ത്രീകൾ വരേക്കും പുറത്തു വന്നിട്ട് ചോദിച്ചു, അബുഇസ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം,
ബിലാലിൻ്റെ ബാങ്കാണല്ലോ കേൾക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പുനർജന്മം ലഭിച്ചോ? ആശ്ചര്യപ്പെട്ടു പോയവര്. അങ്ങനെ മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിന് അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന മുഹമ്മദ് എന്ന പേര് പറയാൻ സാധിക്കുന്നില്ല. അവിടുന്ന് കരഞ്ഞുപോയി, സങ്കടപ്പെട്ടു പോയി. ആ ബാങ്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാര്, സഹോദരിമാര്, നാം ആലോചിക്കുക. ദിവസവും 5 പ്രാവശ്യം നമ്മൾ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന് കേൾക്കുന്നില്ലേ? നമ്മുടെ ആരെങ്കിലും മനസ്സിൽ അങ്ങനെ ഒരു കരച്ചിൽ വന്നോ? എനിക്ക് ഹിദായത്തിൻ്റെ വെളിച്ചം തന്ന ആ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ പേര് കേൾക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രകമ്പനങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടായോ? പോവട്ടെ, ഇത് എന്നെ നിസ്കരിക്കാൻ വേണ്ടിയുള്ള ഉണർത്തുപാട്ടാണ് ഈ ബാങ്ക്, അതുകൊണ്ട് ഞാനൊന്ന് വുളൂ ചെയ്ത് നിസ്കരിക്കട്ടെ എന്ന് ചിന്തിക്കാനെങ്കിലും നമ്മുടെ മനസ്സ് വളർന്നോ എന്ന് നാം ആലോചിക്കുക. മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിന് ആ പേര് പറയാൻ പോലും സാധിച്ചില്ല. എന്നിട്ട് മഹാന്മാർ റിപ്പോർട്ടിൽ കാണാം, ഫമാ റുഇയ യൗമുൻ അക്സറ ബാക്കിയൻ വലാ ബാക്കിയതൻ ബിൽ മദീനത്തി ബഅദഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അക്സറ മിൻ ദാലിക്കൽ യൗം. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വഫാത്തിൻ്റെ ദിവസം കഴിച്ചാൽ ഇത്രമാത്രം ജനങ്ങൾ കരഞ്ഞൊരു ദിവസം വേറെ ഞങ്ങൾ കണ്ടിട്ടില്ല എന്ന്. നോക്കൂ നിങ്ങൾ, എത്രമാത്രം സ്നേഹമായിരുന്നു അവർ റസൂലുള്ളാഹിനെ കുറിച്ച് മനസ്സിൽ കൊണ്ട് നടന്നിരുന്നത്. ആ പേര് കേട്ടപ്പോഴേക്കും അവരുടെയൊക്കെ മനസ്സുകൾ പൊട്ടിപ്പോയി. അള്ളാഹു അവരോടൊന്നിച്ച് നമ്മെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ലോകപ്രസിദ്ധ മഹാനാണ്. 5ാം ഖലീഫ എന്ന പേരുള്ള താബീഇങ്ങളിൽപ്പെട്ട പ്രമുഖനാണ്. മഹാനവർകൾ കാന യബ്അസുൽ ബരീദ ലിയുസല്ലിമ ലഹു അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം ലാ ലിഖസ്ദി ഗൈരി ദാലിക അൽബത്ത. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സലാം പറയാൻ വേണ്ടി ആളെ പറഞ്ഞേക്കാറുണ്ടായിരുന്നു. മറ്റൊരു ലക്ഷ്യവുമില്ല. മദീനത്തേക്ക് എന്തിനു വേണ്ടി പറഞ്ഞേക്കും? അദ്ദേഹം ഭരണാധികാരിയാണ്, ഒഴിവ് കിട്ടുന്നില്ല. അപ്പോൾ ആളെ പറഞ്ഞേക്കും റസൂലുള്ളാഹിക്ക് സലാം ചൊല്ലാൻ വേണ്ടി. അഥവാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സിയാറത്ത് ചെയ്യുന്നതും അവിടുത്തേക്ക് സലാം പറയുന്നതിനും മഹാന്മാർ നൽകിയ മഹത്വം പുണ്യവുമായിരുന്നു അത്. അവിടുത്തെ സിയാറത്ത് ചെയ്യുന്നതിൻ്റെ മറ്റൊരു മഹത്തായ നേട്ടമാണ് ആ ഖബർ ഷരീഫ് സിയാറത്ത് ചെയ്യുന്ന സമയത്ത് അവിടുത്തേക്ക് സലാം ചൊല്ലിയാൽ അതവിടുന്ന് നേരിട്ട് കേൾക്കുകയും നേരിട്ട് മറുപടി പറയുകയും ചെയ്യുമെന്നത്. ഇതിലും വലിയൊരു ഭാഗ്യം എന്താ? നമുക്കറിയാം, അവിടുന്ന് ഖബറിൽ ജീവിച്ചിരിക്കുകയും നമ്മുടെ ശബ്ദം അവിടെ, അതുപോലെ നമ്മുടെ തവസ്സുലുമൊക്കെ അവിടുന്ന് കേൾക്കും എന്ന്. ഇതാണ് മുസ്ലിമീങ്ങളുടെ വിശ്വാസം. ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ സലാം കേട്ട് മടക്കും. വലിയ ഭാഗ്യമല്ലേ അത്? കൂടാതെ ഹബീബ് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇങ്ങനെ സിയാറത്ത് ചെയ്യാൻ ആ വിശുദ്ധ നഗരിയിലേക്ക് വരുന്ന വിശ്വാസികളെ മലക്കുകൾ സ്വാഗതം ചെയ്തുകൊണ്ട് പോകുമെന്നതും അള്ളാഹുവിൻ്റെ പ്രത്യേക പരിഗണന ലഭിച്ചതുകൊണ്ടാണ് ഈ ഭാഗ്യം തനിക്ക് ലഭിച്ചതെന്നതുമൊക്കെ മദീന സിയാറത്ത് ചെയ്യുന്നതിൻ്റെ മഹത്വമല്ലേ? ബഹുമാനപ്പെട്ട ഇമാം ഫാക്കിഹി റളിയല്ലാഹു തആല അൻഹു തൻ്റെ ഹുസ്നുൽ തവസ്സുൽ എന്ന കിതാബിൽ പറഞ്ഞത് കാണാം, ഹബീബ് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമ തങ്ങൾക്ക് മുഅ്മിനീങ്ങളുടെ സ്വലാത്തും സലാമും എത്തിച്ചു കൊടുക്കുന്ന മലക്കുകൾ, അങ്ങനെ പ്രത്യേകം മലക്കുകൾക്ക് അള്ളാഹു ഡ്യൂട്ടി കൊടുത്ത് നിശ്ചയിച്ചേക്കാണ്. റസൂലുള്ളാഹിനോടുള്ള ആദരവാണത്. ആർക്കാണ് ഇതുള്ളത്? അവിടുത്തെ മേലിൽ സലാത്ത് ചെല്ലുന്നവരുടെ സലാത്ത് എത്തിച്ചു കൊടുക്കാൻ മലക്കുകൾ. അത്തരം മുഅ്മിനീങ്ങൾ അഥവാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന മുഅ്മിനീങ്ങൾ അവിടുത്തെ സിയാറത്ത് ചെയ്യാൻ യാത്ര പുറപ്പെട്ട് അവർ മദീനയുടെ പരിസരത്തെത്തുമ്പോൾ അവർ വരുന്ന സന്തോഷം ഈ മലക്കുകൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അറിയിക്കും. മനസ്സിലായോ പറഞ്ഞത്? അഥവാ ദൂരെ നിന്ന് ഇന്ത്യയിൽ നിന്നും മറ്റു ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ചുകൊണ്ട് സ്വലാത്ത് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മുഅ്മിനീങ്ങൾ അവർക്ക് മദീനയിലേക്ക് സിയാറത്തിന് വരാൻ തൗഫീക്ക് കിട്ടുകയും അങ്ങനെ അവർ വരുമ്പോൾ മുമ്പ് ഈ സലാത്ത് എത്തിച്ചു കൊടുത്തിരുന്ന മലക്കുകൾ ഈ വിവരം ആരെ അറിയിക്കും? അല്ലാഹുവിൻ്റെ റസൂലിനെ അറിയിക്കും. ഹബീബായവരെ, നിങ്ങൾക്ക് വേണ്ടി സ്വലാത്തും സലാമും ഒക്കെ അങ്ങകലെ വെച്ച് ചൊല്ലിക്കൊണ്ടിരുന്ന ആളുകൾ ഇതാ ഇന്ന് നിങ്ങളെ കാണാൻ വരുന്നുണ്ട്. ആ സമയത്ത് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മലക്കുകളോട് പറയുന്ന മറുപടി എന്താ? മലക്കുകളെ, നിങ്ങൾ പോയി അവരെ സ്വീകരിച്ചു കൊണ്ടുവരണം. മാഷാ അല്ലാഹ്, എന്തൊരു ഭാഗ്യമാണ്, എത്ര വലിയ ആദരവാണിത്. അതുപോലെ
അവിടുത്തെ സിയാറത്ത് ചെയ്യുന്നവർ മുസ്ലിമായി മരിക്കാൻ കാരണമാകുമെന്ന് ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താ? വജബത്ത് ലഹു ഷഫാഅത്തി എന്ന് പറഞ്ഞില്ലേ, ഷഫാഅത്ത് നിർബന്ധമായി കഴിഞ്ഞു. മുസ്ലിമായി മരിക്കണം, ഷഫാഅത്ത് കിട്ടണമെങ്കിൽ. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമ തങ്ങളെ സിയാറത്ത് ചെയ്യാൻ തൗഫീക്ക് കിട്ടിയവർ മുസ്ലിമായിട്ട് മരിക്കും. അള്ളാഹു കൂട്ടത്തിൽ നമ്മെ പെടുത്തട്ടെ. ഓർക്കുക, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ക്ഷണിച്ചു വരുത്തിയ ഇത്തരം ആളുകളെ അള്ളാഹുവിൻ്റെ ഹബീബ് വെറുതെ തിരിച്ചു പറഞ്ഞേക്കോ? അത്ര വലിയ ഭാഗ്യമാണതൊക്കെ. ഇതെല്ലാം വിശുദ്ധ മദീനയുടെയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സന്ദർശിക്കുന്നതിൻ്റെയും അനേകം മഹത്വങ്ങളിൽ ചിലതാണ്. അതിനാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, കഴിവുണ്ടായിട്ടും തിരുനബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമ തങ്ങളെ സിയാറത്ത് ചെയ്യാൻ വൈകിപ്പിക്കരുത്. സൗദിയിൽ ജോലി ചെയ്യുന്ന പ്രവാസികൾ പ്രത്യേകിച്ചും വളരെ കുറഞ്ഞ ചെലവ് കൊണ്ട് മദീനത്തെത്താൻ അവർക്കിന്ന് സാധിക്കും. എന്നാണ് ഇതൊക്കെ തടയപ്പെടുന്നത് നമുക്കറിയില്ല. അള്ളാഹു കാക്കട്ടെ. അള്ളാഹുവിൻ്റെ വലിയ നിഅമത്താണത്, വളരെ ചുരുങ്ങിയ പൈസ കൊണ്ട് മദീനത്തെത്താൻ കഴിയുമെന്നത്. അതുകൊണ്ട് ഇത്തരം കഴിവും അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും സിയാറത്ത് ചെയ്യാത്തവരുടെ മുഖം ഇരുണ്ടുപോവാനും നന്മകൾ ചെയ്യാൻ തൗഫീക്ക് കിട്ടാതെ വരികയും ഭൗതികമായ ബിസിയിലായി മരണപ്പെടാനും സാധ്യതയുണ്ടെന്ന് വലിയ വലിയ ഇമാമുകൾ നിരീക്ഷിച്ചത് കാണാം. മനസ്സിലായോ നിങ്ങൾക്ക് പറഞ്ഞത്? സൗകര്യമുണ്ടായിട്ടും സാമ്പത്തിക ശേഷി ഉണ്ടായിട്ടും പ്രത്യേക ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ പരിശുദ്ധ മദീന സിയാറത്ത് ചെയ്യാൻ സൗകര്യമുണ്ടായിട്ടും അത് ഉപയോഗപ്പെടുത്താത്ത ആളുകളുടെ മുഖം ഇരുണ്ടുപോവുകയും ആ ഭൗതികതയിൽ ബിസിയായി അങ്ങനെ അതിന് തൗഫീക്ക് കിട്ടാതെ അവർ മരണപ്പെട്ടു പോവാൻ സാധ്യതയുണ്ടെന്ന് അള്ളാഹു നമ്മെ കാക്കട്ടെ. നാട്ടിലേക്ക് തിരിച്ചുപോയ, അല്ലെങ്കിൽ കൊറോണ മൂലവും മറ്റും തിരിച്ചു പോകേണ്ടി വന്ന എത്രയോ പ്രവാസികൾ ഇന്ന് സങ്കടം പറയുന്നവരുണ്ട്. അത്തരം ഒരു ഖേദം വരാതിരിക്കാൻ പരമാവധി നാം ഉപയോഗപ്പെടുത്തുക. കഴിവുള്ളവരൊക്കെ അവിടെ പോയി സിയാറത്ത് ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീക്ക് നൽകട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഭാര്യമക്കൾ, ഇഷ്ടജനങ്ങൾ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, എൻ്റെ ഈ വാക്കുകൾ കേൾക്കുന്ന എല്ലാ മുഅ്മിനീങ്ങൾക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമ തങ്ങളെ അവിടുന്ന് സലാം മടക്കുന്ന രൂപത്തിൽ സിയാറത്ത് ചെയ്യാനുള്ള തൗഫീക്ക് നൽകട്ടെ. അവിടുത്തോടൊപ്പം ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെയും അവരെയും എല്ലാവരെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.